ഇന്നൊരു യാത്ര പോയാലോ നമുക്ക്? ഞാനിന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോവാം. ഞാൻ മാത്രമല്ല, മീനാക്ഷിയും ഉണ്ട്. മീനാക്ഷി വന്നിരുന്നപ്പം മുതൽ വെള്ളം കുടിക്കാൻ തുടങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഞങ്ങൾ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിലാണ് വന്നത്. അതിനുശേഷം 5:30ക്കാണ് ട്രെയിൻ. ഇതാ ഞങ്ങളുടെ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ. പിന്നെ മീനാക്ഷി ആദ്യമായിട്ടാണ് പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നത്. അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും നല്ലതുപോലെ ഉണ്ടാകും മുഖത്ത്. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ മുതൽ സ്നാക്സ് എടുത്ത് വെച്ച് കഴിക്കാനും തുടങ്ങി. മീനാക്ഷിക്കാണെങ്കിൽ ട്രെയിനിൽ 2 ഫ്രണ്ട്സിനെയും കിട്ടി. ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതും പോലെ കുഞ്ഞു കുട്ടികളല്ല. എന്നെക്കാട്ടിൽ ഏജുള്ള 2 പേരെയാണ് മീനാക്ഷിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയത്. അവരോട് പറഞ്ഞ് മീനാക്ഷിക്ക് വേണ്ട ഫുഡും വാങ്ങിപ്പിച്ചു. പൊറോട്ട, ബൺ പൊറോട്ടയാണെന്ന് തോന്നുന്നത്. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. തമിഴ്നാടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. പിന്നെ വില്ലുപുറം ഇറങ്ങി അടുത്ത ട്രെയിൻ പോണ്ടിച്ചേരിക്ക് കയറി. നമ്മുടെ അവിടുന്ന് ഡയറക്റ്റ് പോണ്ടിച്ചേരി ട്രെയിൻ ഇല്ല. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് ലഗേജൊക്കെ എടുക്കാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് ഹസ്ബൻഡ് വന്നു. ജവാൻ ഭവനിലാണ് ഞങ്ങൾ തങ്ങിയത്. 3 ദിവസത്തേക്ക് മാത്രമാണ് വന്നേക്കുന്നത്. മീനാക്ഷിയുടെ അഡ്മിഷനാണ് മെയിനായിട്ടും പർപ്പസ്. KVയിൽ. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. പൂരി കഴിച്ചു ഞാൻ, അവർ 2 പേരും ദോശ കഴിച്ചു. KVയിലേക്ക് അഡ്മിഷനായിട്ട് വന്നു. തമിഴ്നാടുള്ളൊരു KVയിലാണ് അഡ്മിഷൻ വന്നത്. അതിനുശേഷം നട്ടുച്ചയ്ക്ക് മീനാക്ഷിക്ക് ബീച്ച് കാണണമെന്ന് പറഞ്ഞ് ബീച്ചിൽ പോയി. ഫുഡ് മന്തിയാണ് ഞങ്ങളിന്ന് കഴിച്ചത്. ഹാഫ് മന്തി വാങ്ങി. മുട്ടയുണ്ട് ഇവിടെ മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയും ജവാൻ ഭവനിലേക്ക് ഞങ്ങൾ വന്നു. ഞാനും മീനാക്ഷിയും ഒരു രാത്രി വരെ റെസ്റ്റ് ചെയ്തെടുത്തു. ഏട്ടനാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ പോകുന്നത് വൈറ്റ് ടൗണിലേക്കാണ്. സത്യത്തിൽ ആദ്യം പോണ്ടിച്ചേരി വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നല്ല ചൂടുണ്ടായിരുന്നു. വെള്ളം കൂടി ഞങ്ങൾ ഇടയ്ക്കുണ്ട്. പുറത്തു നിന്ന് കിട്ടുന്ന ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുന്നുമുണ്ട്. നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ഒരു തരം ചൂടാണ്. നമ്മളൊക്കെ ദേഹമെല്ലാം ഒട്ടുന്ന രീതിയിൽ അങ്ങ് വിയർക്കും. അതേ രീതിയിൽ ചൂടാണ്. ഇവിടെ വണ്ടികളൊക്കെ റോഡിൽ കൂടെ പോകുന്ന കാണുമ്പോൾ പേടിയാവും. തൊട്ടില്ലാന്ന രീതിയിലാണ് പോകുന്നത്. 1 വേ ആണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടി വരും. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് വൈറ്റ് ടൗണിലേക്കാണ്. സത്യത്തിൽ ആദ്യം പോണ്ടിച്ചേരി വന്ന് ഇറങ്ങിയപ്പം എനിക്ക് തോന്നിയത് ഞാൻ കണ്ട പോണ്ടിച്ചേരി ഇതല്ല എന്നാണ്. ഒരു ക്ലെൻലിനെസ് ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് ആദ്യം അതൊക്കെ തോന്നിയത്. വൈറ്റ് ടൗൺ വരുമ്പം ആ മൈൻഡ് എല്ലാം മാറും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈറ്റ് ടൗൺ. നല്ല നീറ്റായിട്ടുള്ള പ്ലേസ്. ഇവിടെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഈ ബിൽഡിങ്ങുകൾക്ക് പ്രത്യേകതയുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി ഇഷ്ടം പോലെ സ്പോട്ടുകൾ ഞാനിവിടെ കണ്ടു. പക്ഷെ ഇതിനകത്ത് കയറി കഴിയുമ്പോഴത്തേന് എല്ലാത്തിൻ്റെ വില ഇരട്ടിയാകുന്ന പോലെ എനിക്ക് തോന്നി. ഈ സ്പോട്ടുകളൊക്കെ കണ്ടില്ലേ, എന്ത് രസമുണ്ട് കാണാനെന്ന്. ഇവിടെയൊക്കെ ആളുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഉണ്ട്. ഞങ്ങളിതിന് ശേഷം ഒരു കോഫി കുടിക്കാനാണ് പോയത്. ബൈക്ക് ഉണ്ടായതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ പോയത് രാത്രിയാണ്. രാവിലെ ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ രാത്രിയുള്ള ഈ ഒരു ആംബിയൻസ് എനിക്ക് കുറേ ഇഷ്ടമായി. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സമയം രാത്രിയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ലൈറ്റൊക്കെ വരുമ്പോഴത്തേനാണ് ഇവിടെ കാണാൻ ഒന്നുകൂടെ രസം. പിന്നെ ഞങ്ങളിവിടെ വന്നത് രാത്രിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ എനിക്ക് തോന്നിയത് എല്ലാ സ്ഥലവും ഓണാവുന്നത് രാത്രിയാകുമ്പോഴാണ്. രാവിലെ ഞങ്ങൾ വന്നിരുന്നു. 9-9:30 ആയിട്ടും കടകളൊന്നും തുറക്കുന്നതായിട്ട് കണ്ടില്ല. 10 മണിക്ക് ശേഷമാണ് കടകളൊക്കെ തുറന്നത്. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടില്ലേ, ഇതിന് 1800 രൂപയാണ് ചോദിച്ചത്. അപ്പം തന്നെ ഇവിടുത്തെ വിലകളെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളൊരു കേക്കും കോഫിയും ഇവിടുന്ന് വാങ്ങിക്കഴിച്ചു. എനിക്ക് കുറേ ഇഷ്ടമായി. പിന്നെ ഇവിടെ പൂക്കളൊക്കെ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആ ആംബിയൻസ്, അത് ഇവിടെയൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബിയൻസ്.
ഫോട്ടോ എടുക്കാനാണെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഇവിടെ കൊള്ളാം. ഞങ്ങളുടെ ഫോട്ടോ എടുപ്പൊക്കെ കണക്കായിരുന്നു. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് നിൽക്കുമ്പോൾ മീനാക്ഷി ഇങ്ങോട്ട് നിൽക്കും. ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ചു നിർത്താനും പ്രയാസമായിരുന്നു. അതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പോയപ്പോൾ കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയായിരുന്നു രണ്ടുപേരും. കണ്ടില്ലേ, ഇവിടെ നിറയെ കൊന്നപ്പൂ നിൽക്കുന്നു. ഞാനൊക്കെ ഇത്തവണ പ്ലാസ്റ്റിക് കൊന്നപ്പൂവാണ് വെച്ചത് കണിക്ക്. ഒരു പൂ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നിപ്പോയി. ഈ വൈറ്റ് ടൗണിനകത്തൂടെ ബൈക്ക് ഞങ്ങൾ അവിടെ സൈഡിൽ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി ബീച്ചിലേക്ക്. ഞാനും ഫോട്ടോസൊക്കെ മീനാക്ഷിയുടെ എടുക്കുന്നുണ്ട്. എങ്കിലും ഏട്ടനെടുത്ത വീഡിയോ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ പണ്ട് കോളേജിൽ നിന്ന് ടൂറിന് വന്നത് ഓർമ്മ വന്നു. ഞാനിതിപ്പം 3ാമത്തെ തവണയാണ് പോണ്ടിച്ചേരി വരുന്നത്. പക്ഷേ എനിക്ക് ഓരോ തവണയും പോണ്ടിച്ചേരി വന്നപ്പോൾ ഓരോ ഫേസുകളാണ് ഞാൻ കണ്ടത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അതിനുശേഷം ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോയി. അവിടെ ഇങ്ങനെ കുറേ സമയം നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ നടത്തവും. അവിടെ എന്തോ ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഫിലിമിൻ്റെ ഷൂട്ടല്ല കേട്ടോ. മീനാക്ഷിക്ക് ചന്ദ്രനെ കാണണമെന്ന് പറഞ്ഞു. നല്ല അടുത്ത് തന്നെ മൂണിനെ കാണാൻ പറ്റി. അതിൻ്റെ സന്തോഷം ആ മുഖത്തുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ കയറി. ഇത്രയും സ്കൂപ്പ് ഐസ്ക്രീമിന് വില എനിക്ക് കേട്ടപ്പോൾ കുറച്ച് ഞെട്ടലായിട്ട് തോന്നി. എല്ലാത്തിനും അതേപോലെ തന്നെ വില ഉണ്ട് ഇവിടെ. പിന്നെ മീനാക്ഷിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. അപ്പോഴാണ് ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കണ്ടത്. അവിടെ കയറി പിന്നെ ഷൂട്ട് ചെയ്തു. മീനാക്ഷിക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയത് ഫുഡ് കഴിക്കാനാണ്. പൊറോട്ട ആണ് വാങ്ങി കഴിച്ചത്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നൂൽ പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് സാദാ പൊറോട്ടയാണ്. എങ്ങനെ കിട്ടാതിരിക്കുക, കട അടയ്ക്കുന്ന സമയത്താണ് പോയത് തന്നെ. ഈ സ്പോട്ടൊക്കെ നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഞങ്ങൾ തിരികെ ബീച്ചിലേക്ക് വന്നു. മീനാക്ഷിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, ഇവരെ ഒരു കയറിനകത്ത് രണ്ടുപേരെയും കെട്ടിയിട്ടേക്കുക. അവിടെ നിന്ന് മീനാക്ഷി കുറേ സമയം കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് തന്നെ പേടിയായി. അങ്ങ് കയറി കയറി അതിൻ്റെ വായിൽ ചെന്ന് കൈയിടുന്ന രീതിയിൽ മീനാക്ഷി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ വീട്ടിൽ അർജുൻ കടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തതാണ് മീനാക്ഷിക്ക്. ഇനി അടുത്ത ഇഞ്ചക്ഷനുള്ള സമയമായോ അറിയില്ല. അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. അടുത്ത ഫ്രണ്ടിനെയും കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ 2ാമത് വന്നത് ഈ ഒരു ഷൂട്ട് കാണാനായിട്ടാണ്. ആരാ ആക്ടറെന്ന് സത്യത്തിൽ ഞങ്ങൾ കണ്ടില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് 2-3 തവണ ഓടിച്ചു പോകുന്നതാണ് കണ്ടേ. ഏതോ സ്റ്റണ്ട് സീൻ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാണ് അവിടെ. രാത്രി 11:30-12 മണി സമയത്താണ് ഈ ഷൂട്ട് ഇവിടെ നടക്കുന്നത്. ഷൂട്ടിങ്ങിനുള്ള ആളുകളെ അല്ലാതെ ആരെ അതിനകത്തേക്ക് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് തിരികെ പിന്നെ നടക്കാൻ തുടങ്ങി. പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റ് ടൗൺ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. വൈറ്റ് ടൗൺ കൊള്ളാം.